പ്രോഗ്രാമിന്റെ തേർഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് 2 വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ടോക്കൺസിനെ കുറിച്ചാണ്. ടോക്കൺസ് എന്താണ്, ബേസിക്കലി എത്ര ടൈപ്പ് ഉണ്ട്, 6 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഓരോ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ഓരോ ഇൻഡിവിജ്വൽ ടോപ്പിക്കിന്റെ ഓവറോൾ എക്സ്പ്ലനേഷനും എക്സാമ്പിളും ഇന്നലെ നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് ആ ഓരോ ക്ലാസിഫിക്കേഷന്റെയും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ്. ഇത് നല്ലപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ സി പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഇന്നലെ പഠിച്ച ടോക്കൺ ആയിരുന്നു കീവേഡ്സ്. കീവേഡ്സിൻ്റെ അകത്ത് ഒരുപാടെണ്ണം ഉണ്ട്. എല്ലാം കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. പറ്റുന്നിടത്തോളം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. കാരണം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന നോർമൽ വേർഡ്സ് ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ആ ഇംഗ്ലീഷ് വേർഡിൻ്റെ തന്നെ ഷോർട്ട് ഫോം ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ കീവേഡ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യം, റിസർവ്ഡ് വേർഡ്സ് ആണ്, പ്രീ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. ഒരു ഫിക്സഡ് മീനിങ് കാണും. യൂസറിന് അതിന്റെ മീനിങ്ങോ അല്ലെങ്കിൽ അത് എഴുതുന്ന ഒരു രീതിയോ അതിന്റെ സ്ട്രക്ചർ മാറ്റാൻ സാധിക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞായിരുന്നു. സോ നിങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുള്ള കീവേഡ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ കീവേഡ്സും ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അതായത് സ്മോൾ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കീവേഡ്സ് എപ്പോഴും C++ ലാംഗ്വേജുകളിൽ എല്ലാം തന്നെ കീവേഡ്സ് എപ്പോഴും ലോവർ കേസ് ലെറ്റേഴ്സ്, അതായത് സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ സ്പെല്ലിങ്ങുകളെല്ലാം ഇപ്പം ഈ ബോർഡിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതണം. അല്ലാതെ സ്വന്തമായിട്ട് സ്പെല്ലിംഗ് ഒന്നും മാറ്റിക്കളയരുത്, ഇങ്ങനെ എഴുതാവുള്ളൂ. അപ്പോൾ കീവേഡ്സിലേക്ക് പോവാം. ഫസ്റ്റ് കീവേഡ് ഓട്ടോ. ഓട്ടോ, ഇൻറ്റ്, ഡബിൾ, കോൺസ്റ്റ്, ഷോർട്ട്, ബ്രേക്ക്, ലോങ്, കണ്ടിന്യൂ, സൈൻഡ്, സ്ട്രക്ട്, ഫ്ലോട്ട്, അൺസൈൻഡ്, എൽസ്, സ്വിച്ച്, ഫോർ, വോയിഡ്, ഇനം, case, register, default, size of, char, return, do, static, while, if, union, extern, volatile, go to, typed, go. ഇതൊക്കെയാണ് നോർമലായിട്ട് സി ലാംഗ്വേജിൽ അവൈലബിൾ ആയിട്ടുള്ള കീവേഡ്സ്. ഇത് തന്നെയാണ് C++ൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ C++ ലാംഗ്വേജും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഈ ഇൻറ്റ്, ഡബിൾ, അതുപോലെ ഷോർട്ട്, ലോങ്, സൈൻഡ്, അൺസൈൻഡ്, ഫ്ലോട്ട്, വോയിഡ്, ക്യാർ, ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്സ് എന്ത് പ്രത്യേകത? ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന കീവേഡ്സിനുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത് കീവേഡ്സ് മാത്രമല്ല ഡേറ്റ ടൈപ്പ് കൂടിയാണ്. സി എന്ന ലാംഗ്വേജിലെ, സി ആയാലും ശരി C++ ആയാലും ശരി, 2 ലാംഗ്വേജിലെയും ഡേറ്റ ടൈപ്സ് ആയിട്ടും കൂടെ ഈ റൗണ്ട് ചെയ്തിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് അപ്കമിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ റൗണ്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കീവേഡ്സ് മാത്രമല്ല ഡേറ്റ ടൈപ്പുമാണ്. ഇപ്പോഴേ പറയാൻ കാരണം ഡേറ്റ ടൈപ്പ് പറയാൻ നേരത്ത് ഈ സെയിം സംഭവങ്ങൾ അവിടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആ കീവേഡിലും പറഞ്ഞതാണല്ലോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഇത് കീവേഡ് ആണ്, ഫിക്സഡ് മീനിങ് ഉണ്ട്, അതെല്ലാം ഓക്കെയാണ്. ഇത് ഡേറ്റ ടൈപ്പുകളുമാണ്. ഇനി ഈ ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റിജർ എന്നുള്ളത് നമ്മൾ മാത്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇൻറ്റിജർ എന്ന് വെച്ചാൽ ഹോൾ നമ്പേഴ്സ് ആണ്, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ്. ആ സെയിം അർത്ഥം തന്നെയാണ്. അപ്പൊ ഇൻറ്റിജർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഇൻറ്റ്. ആ സെയിം യൂസേജ് തന്നെയാണ് ഇവിടെയും. ഇൻറ്റിജർ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സൈൻഡ് എന്ന് പറയുമ്പോൾ സൈൻ ഉള്ള, പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ഉള്ള നമ്പേഴ്സ്. അൺസൈൻഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ഇല്ലാത്ത നമ്പേഴ്സ്. ഓയിഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? സീറോ, നത്തിങ്, നൾ എന്നുള്ള ആ സെയിം മീനിങ്ങിനാണ് ഇവിടെ. ക്യാർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് ക്യാർ. ബാക്കിയുള്ള ഡേറ്റ ടൈപ്സ്, ബാക്കിയുള്ള കീവേഡ്സ് പ്രോഗ്രാമിൽ നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് പഠിച്ചോളൂ. ഓക്കെ, ടോക്കൺസിന്റെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്സ് ആണ്. കോൺസ്റ്റന്റ്സ് ആർ നോർമൽ വേരിയബിൾസ്. അപ്പം പിന്നെ എന്തായിരിക്കും വേരിയബിൾസിനും കോൺസ്റ്റന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, വേരിയബിൾസ് എന്ന് വെച്ചാൽ ആ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ വാല്യൂസ് മാറുന്നവയായിരിക്കും. വേറെ കോൺസ്റ്റന്റ്സ് എന്ന് പറഞ്ഞാലോ ഫിക്സഡ് വാല്യൂസ് ആയിരിക്കും. ഒരു തവണ പ്രോഗ്രാമിൽ നമ്മൾ കോൺസ്റ്റന്റിന്റെ വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വാല്യൂ പ്രോഗ്രാം റൺ ചെയ്യുന്നത് വരെയും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് റണ്ണിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, പക്ഷെ ഫസ്റ്റ് റണ്ണിൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. വാല്യൂസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതിനെയാണ് കോൺസ്റ്റന്റ്സ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റന്റ്സ് 6 ടൈപ്പ് ഉണ്ട്. 6 നമുക്ക് പഠിക്കണം. ഫസ്റ്റ് വൺ ഇൻറ്റിജർ കോൺസ്റ്റന്റ്സ്. സെക്കൻഡ് വൺ റിയൽ, അല്ലെങ്കിൽ വേറൊരു പേര് കൂടെ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സ്. തേർഡ് വൺ ഒക്ടൽ or hex
hexadecimal constant. Fourth one, character constant. Fifth one, string constant. And finally the sixth one, backslash character constant. ഓക്കെ, അപ്പൊ ഈ ഓരോന്നിലേക്കും കോൺസ്റ്റൻസിന്റെ 6 ടൈപ്പ് ഉണ്ട്. ഈ ഓരോന്നിലേക്കും നമുക്ക് പോവാം. ഫസ്റ്റ് വൺ, ഇൻഡിജർ കോൺസ്റ്റന്റ്. കഴിഞ്ഞ വീഡിയോയില് ഐഡന്റിഫയേഴ്സിന്റെ കുറെ റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റൻസിനും കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമുക്ക് കോൺസ്റ്റൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ഇൻഡിജർ കോൺസ്റ്റൻസ് ആയിരുന്നു. ഇൻഡിജർ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ മാത്തമാറ്റിക്സില് ഇൻഡിജർ നമ്പേഴ്സ് അറിയായിരിക്കുമല്ലോ. ഇൻഡിജർ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 എന്നോ 100 എന്നോ അല്ലെങ്കിൽ 25 എന്നോ 2500 എന്നൊക്കെ പറയുന്ന പോലത്തെ ഹോൾ നമ്പേഴ്സിനെയാണ് ഇൻഡിജർ കോൺസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെ പ്രോഗ്രാമിനുള്ളിൽ റെപ്രസെന്റ് ചെയ്യാനാണ് ഇൻഡിജർ കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഇൻഡിജർ കോൺസ്റ്റൻസ് തന്നെ നമ്മൾ നേരത്തെ കീവേഡ്സ് എഴുതിയപ്പം കണ്ട 2-3 വേർഡ്സ് ആയിരുന്നു. ഇന്റ്, സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ്. അപ്പോൾ ഈ ഇന്റ് എന്നുള്ളത് ഇൻഡിജർ കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ വെച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ സൈൻഡ് ഇന്റ്, ലോങ് സൈൻഡ് ഇന്റ്, അതുപോലെ ലോങ് ഇന്റ്. അപ്പൊ ഇന്റ്, സൈൻഡ് ഇന്റ്, അൺസൈൻഡ് ഇന്റ്, ലോങ് ഇന്റ്, ഇതെല്ലാം ഇൻഡിജർ കോൺസ്റ്റന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പുകളാണ്. ഇൻഡിജർ കോൺസ്റ്റന്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചില ഡേറ്റ ടൈപ്സ് ആണ് ഇന്റ്, സൈൻഡ് ഇന്റ്, അൺസൈൻഡ് ഇന്റ്, അതുപോലെ ലോങ് ഇന്റ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്താണ് പ്രോഗ്രാമിന്റെ അകത്ത് നമ്മൾ ഇൻഡിജർ കോൺസ്റ്റന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി കുറച്ച് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കോൺസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് വൺ ഇൻഡിജർ കോൺസ്റ്റന്റ് റൂൾ എന്ന് പറയുന്നത്, ആക്ച്വലി റൂൾ എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെയാണ് ഇൻഡിജർ കോൺസ്റ്റൻസ് വരുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇൻഡിജർ കോൺസ്റ്റന്റിന് അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റ് എങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് എങ്കിലും ഒരു ഇൻഡിജർ കോൺസ്റ്റന്റിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 9 എന്നുള്ളതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റ് എങ്കിലും ഉണ്ടല്ലോ. സോ 9 ക്യാൻ ബി സെഡ് ആസ് ആൻ ഇൻഡിജർ കോൺസ്റ്റന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റ് വരാൻ പാടില്ല. ഒരു ഇൻഡിജർ കോൺസ്റ്റന്റിൽ ഡെസിമൽ പോയിന്റ് വരാൻ പാടില്ല. പാടില്ല എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 9 ഒരു ഇൻഡിജർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അതേസമയം 9.5 അതിനകത്തൊരു പോയിന്റ് ഉണ്ടല്ലോ, ഡെസിമൽ പോയിന്റ്. സോ 9.5 എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ കോൺസ്റ്റന്റ് അല്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിജർ കോൺസ്റ്റന്റിൽ വരുന്ന നമ്പേഴ്സ് പോസിറ്റീവ് നമ്പറും ആകാം നെഗറ്റീവ് നമ്പറും ആകാം. രണ്ടിൽ എന്ത് ടൈപ്പ് നമ്പർ ആണെങ്കിലും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ -9 അതുപോലെ +9 ഇങ്ങനത്തെ എന്ത് നമ്പേഴ്സ് ആണെങ്കിലും വരാം. പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കാം. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കോമ, ബ്ലാങ്ക് സ്പേസ് ഇങ്ങനെയുള്ള ഒന്നും ഇൻഡിജർ നമ്പേഴ്സിൽ അലൗഡ് അല്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോ 9,3 ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് വെച്ചോളൂ. ഇവിടെ 9 കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് 3 ഉണ്ട്. അപ്പൊ കോമ എന്നുള്ളത് ഇതിൽ ഇൻഡിജർ കോൺസ്റ്റൻസിൽ റെപ്രസെന്റ് ചെയ്തോളാന്ന് പറഞ്ഞു. സോ 9,3 എന്ന് പറയുന്ന നമ്പേഴ്സ് ഇൻഡിജർ കോൺസ്റ്റൻസ് പറയാൻ പറ്റില്ല. 9ഉം 3ഉം സെപ്പറേറ്റ്ലി ഇൻഡിജർ കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആണ്. ഇനി നമ്മൾ നോർമൽ മാത്സിൽ പറയുന്നത് പോലെ ഇപ്പൊ 9 എന്നൊരു അല്ലെങ്കിൽ 95 എന്നുള്ളൊരു നമ്പർ, അതിന്റെ മുന്നിൽ പ്രത്യേകിച്ച് സൈൻ ഒന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ നമ്പറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും. ആ സെയിം പോയിന്റ് ആണ് അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു നമ്പറിന്റെ മുന്നിൽ സൈൻ ഒന്നും റെപ്രസെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നമ്പറിനെ പോസിറ്റീവ് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഡിജർ കോൺസ്റ്റന്റ് റൂള്. മിനിമം ഒരു ഡിജിറ്റ് എങ്കിലും ആ ഇൻഡിജർ കോൺസ്റ്റന്റ് വന്നിരിക്കണം. ഡെസിമൽ പോയിന്റ് അലൗഡ് അല്ല. നമ്പറിൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ എന്ത് വേണമെങ്കിലും ആകാം. കോമ, ബ്ലാങ്ക് സ്പേസ് ഒന്നും അലൗഡ് അല്ല. നമ്പറിന്റെ മുന്നിൽ സൈൻ ഒന്നും റെപ്രസെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ഇൻഡിജർ കോൺസ്റ്റന്റിന്റെ
റൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ടൈപ്പായ റിയൽ കോൺസ്റ്റന്റിന്റെ റൂൾസിലേക്ക് പോവാം. റിയൽ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെയാണ് റിയൽ കോൺസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുമ്പോൾ സാധാരണ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2.5 അല്ലെങ്കിൽ 50.2 ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ് ഉള്ള നമ്പേഴ്സ്, ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റിയൽ കോൺസ്റ്റന്റിന്റെ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് ഒരു നമ്പർ എന്തായാലും വേണം വിത്ത് എ ഡെസിമൽ പോയിന്റ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റ് എന്തായാലും വേണം. അതുപോലെ ഡെസിമൽ പോയിന്റ് നേരത്തെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു, ഈ കേസിൽ വേണം. ഇനി ബാക്കിയുള്ള പോയിന്റ് ഒക്കെ സെയിം തന്നെയാണ്. പോസിറ്റീവോ നെഗറ്റീവോ സൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. കോമ ബ്ലാങ്ക് സ്പേസ് ഒന്നും യൂസ് ചെയ്തുകൂടാ. നമ്പറിന്റെ മുന്നിൽ സൈൻ ഒന്നും റെപ്രസെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അതൊരു പോസിറ്റീവ് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് റിയൽ കോൺസ്റ്റന്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതും കൂടെ എഴുതിയെടുക്കാം വേണം. ഇനി തേർഡ് കാറ്റഗറിയിലോട്ട് പോവുകയാണ്. ക്യാരക്ടർ ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ് തേർഡും ഫോർത്തും. രണ്ടും ഒരുമിച്ച് പറഞ്ഞുതരാം. ക്യാരക്ടർ കോൺസ്റ്റന്റും അതുപോലെ സ്ട്രിംഗ് കോൺസ്റ്റന്റും. തേർഡും ഫോർത്തും. ക്യാരക്ടർ ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയാലും സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആയാലും മിനിമം ഒരു ആൽഫബറ്റോ ഒരു ഡിജിറ്റോ ഒരു സിംബലോ ഇതിൽ എന്തെങ്കിലും ഒന്ന് മിനിമം എന്തായാലും വേണം. സിംഗിൾ ആൽഫബറ്റ് ആകാം, സിംഗിൾ ഡിജിറ്റ് ആകാം. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതുപോലെ സിംഗിൾ സ്പെഷ്യൽ സിംബൽ ആകാം. ഇങ്ങനത്തെ എന്ത് വന്നാലും അതൊരു ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം ലെങ്ത് ഓഫ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഈസ് 1 ക്യാരക്ടർ. അതായത് ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റിന്റെ ലെങ്ത് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് മാക്സിമം 1 ആയിരിക്കും. Maximum length of a character constant is 1 character. Then string constant കാര്യം പറയുകയാണെങ്കിലോ, string constant എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രിംഗ് ടോക്കൺ എന്താണെന്ന് പറഞ്ഞു. ടോക്കൺസ് പറഞ്ഞ കൂട്ടത്തിൽ ഫോർത്ത് കാറ്റഗറി ആയിരുന്നു സ്ട്രിംഗ് ടോക്കൺ എന്നുള്ളത്. അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് ഡബിൾ കോഡ്സിനുള്ളിൽ എഴുതുന്ന എന്ത് സംഭവം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞായിരുന്നു ഹലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡബിൾ കോഡ്സിൽ ടോട്ടൽ, ഇങ്ങനെയുള്ളതൊക്കെയാണ് സ്ട്രിംഗ് കോൺസ്റ്റന്റിന്റെ എക്സാമ്പിൾ. അതേസമയം ക്യാരക്ടർ കോൺസ്റ്റന്റിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സിംഗിൾ കോഡ്സിന്റെ അകത്ത് ഇപ്പൊ ഞാൻ എ എന്ന് എഴുതുകയാണ്, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിന്റെ അകത്ത് ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ 9, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സിമ്പിൾ. ഇവിടെ സ്പെഷ്യൽ സിമ്പിൾസ് കുറേ സിമ്പിൾ വിളിച്ചിട്ടുണ്ടല്ലോ, അഡീഷൻ സബ്ട്രാക്ഷൻ, ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ സിംഗിൾ കോഡ്സിനുള്ളിൽ ഒരു സിംഗിൾ ഡിജിറ്റോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആൽഫബറ്റോ സിംഗിൾ സ്പെഷ്യൽ സിംബലോ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഈ എക്സാമ്പിൾ ആണ് ക്യാരക്ടർ കോൺസ്റ്റന്റിൽ വരുന്നത്. സിംഗിൾ കോഡ്സ് ആയിരിക്കും റെപ്രസെന്റേഷൻ, അത് മറന്നു വരുന്നത്. സിംഗിൾ കോഡ്സിൽ ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള ആൽഫബറ്റ് വരാം, അല്ലെങ്കിൽ ഡിജിറ്റ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സിംബൽ വരാം. അതേസമയം സ്ട്രിംഗ് ലിറ്ററൽ ആണെങ്കിൽ ഡബിൾ കോഡ്സിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്, മറന്നു വരുന്നത്. ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സോ ആൽഫബറ്റോ ഡിജിറ്റോ സ്പെഷ്യൽ സിംബലോ ഏതാണെങ്കിലും വരാം. സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ഈ രണ്ടിനും കുറച്ചുകൂടെ എക്സ്ട്രാ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഡബിൾ കോഡ്സിലെ എ ബി സി 1 2 3 എന്ന് എഴുതി നോക്കാം. ഇപ്പോൾ ഡബിൾ കോഡ്സ് ഉണ്ട്, എ ബി സി ആൽഫബറ്റ് ആണ്, 1 2 3 നമ്പർ ആണ്. അതുകൊണ്ട് ഇതൊരു സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതൊരു സ്ട്രിംഗ് കോൺസ്റ്റന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ സ്ട്രിംഗ് കോൺസ്റ്റന്റിൽ ആൽഫബറ്റ് മാത്രമല്ല നമ്പേഴ്സ് വരാന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ എ ബി പ്ലസ് 1 2 @c. ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡബിൾ കോഡ്സ് ഉണ്ട്, അപ്പോൾ സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ദെൻ എ ബി സി എന്നുള്ളത് ആൽഫബറ്റ് ആണ്, എ ബി സി ആൽഫബറ്റ് ആണ്, പ്ലസും @ഉം സ്പെഷ്യൽ സിമ്പിൾ കാറ്റഗറി വരും, 1ഉം 2ഉം ഡിജിറ്റ് ആണ്. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ റൂളിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലോ. അപ്പോൾ ഇതൊരു സ്ട്രിംഗ് കോൺസ്റ്റന്റിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ക്യാരക്ടർ കോൺസ്റ്റന്റിന്റെ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ
സിംഗിൾ കോഡ്സിനകത്ത് ഇപ്പോ ഇസഡ്, സിംഗിൾ കോഡ്സിനകത്ത് ക്യാപിറ്റൽ, ഇപ്പൊ ഇസഡ് സ്മോൾ ലെറ്റർ ആണെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ ലെറ്റർ വരാം. അതുപോലെ സിംഗിൾ കോഡ്സിലെ വേറെ എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ, ഇതൊക്കെയാണ് കൂടുതൽ ക്യാരക്ടർ കോൺസ്റ്റന്റിന്റെ എക്സാമ്പിൾ വരുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ ബാക്ക് സ്ലാഷ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഫോർത്ത് കാറ്റഗറി. ബാക്ക് സ്ലാഷ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. ബാക്ക് സ്ലാഷ് ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബാക്ക് സ്ലാഷിന്റെ കൂടെ ഒരു സിംഗിൾ ക്യാരക്ടറും കാണും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബാക്ക് സ്ലാഷ് ബി, ഇത് സിയിലും C++ലും ഒക്കെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാക്ക് സ്ലാഷ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ഇതിനൊരു ഫിക്സഡ് യൂസ് ഉണ്ട്. ഇത് ഉപയോഗിക്കുന്ന എങ്ങനെയുള്ള സാഹചര്യങ്ങളാണെന്ന് വെച്ചാൽ ബാക്ക് സ്ലാഷ് പ്രോഗ്രാമിൽ ഒരു ബാക്ക് സ്പേസ് കൊടുക്കണം എന്നുള്ള സിറ്റുവേഷൻസിലാണ് സ്ലാഷ് ബി കൊടുക്കുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്ലാഷ് എൻ, ന്യൂ ലൈനിൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാനാണ് സ്ലാഷ് എൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു ബാക്ക് സ്ലാഷ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ് സ്ലാഷ് എൻ. ന്യൂ ലൈനിൽ ഇപ്പൊ ഔട്ട്പുട്ട് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ന്യൂ ലൈനിൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കണം കൺസോൾ സ്ക്രീനിൽ, അപ്പൊ ന്യൂ ലൈനിലാണെന്ന് വരേണ്ടതെങ്കിൽ സ്ലാഷ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് കൊടുത്താൽ മതി. പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാം, കാരണം അതൊരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്, അവിടെ സിംഗിൾ കോഡ്സിന്റെ അകത്ത് വേണം കൊടുക്കാൻ. അതുപോലെ സ്ലാഷ് വി എന്നുള്ളത് വെർട്ടിക്കൽ ടാബ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതുപോലെ നിറയുണ്ട്. സ്ലാഷ് ക്വസ്റ്റ്യൻ മാർക്ക് സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് സിമ്പിൾ സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ക് സ്ലാഷ് ക്യാരക്ടർ സിമ്പിൾസ്.